ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക കറിയുടേതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ പാവയ്ക്ക കൂട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്ര വേണേലും കഴിച്ചു പോകും കേട്ടോ, ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ല പച്ച പാവയ്ക്കയാണ്. അതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് നീക്കം ചെയ്ത് എടുക്കുക. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക, അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അത് മുങ്ങാൻ മാത്രം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അരമണിക്കൂർ ഇതിനെ മാറ്റി വെക്കുക. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനെ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വാരി ഒരു അരിപ്പക്കാത്തോട്ട് വെള്ളമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മളത് കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പാവക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പാവക്ക ഒന്ന് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞു പോകുമൊന്നും വേണ്ട, എണ്ണക്കകത്ത് കിടന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പം അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ ഇതിനെ നമ്മളൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് അതേ കടായിലേക്ക് തന്നെ അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയിൽ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ തീർന്നു പോയത് കൊണ്ട് ഞാൻ ഒരു സവോള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവോളയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയുടെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയം വരെ ഒന്ന് വഴറ്റുക. ഒരു അല്പം കറിവേപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള 2 തക്കാളി അരച്ചെടുത്തതാണ്. അപ്പം നമ്മുടെ തക്കാളി അരച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്നവരെയും ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വീണ്ടും ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം പുളി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഇതുവരെയും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ ഇതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് നമ്മളിതൊന്ന് കുക്കാവാൻ വേണ്ടി വെക്കുക. അപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ ഇതിലേക്ക് അല്പം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല കേട്ടോ. ഇത് പാവയ്ക്കയാണ് കറി കൂട്ടുന്നതെന്ന് പോലും മനസ്സിലാവില്ല. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.